ഭൂവറിയിൽ ഒരു തരത്തിലുള്ള വിവാദവുമില്ല. ഭൂവറി മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ്. എവിടെയൊക്കെയാണോ ഇനി ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും എതിരല്ല. എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാം. എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ. ഭൂവറി എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ ഘട്ടമാണ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം, നാലാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂ. പിന്നെ വെള്ളം സംഭരണം വളരെ പ്രധാനമാണ്. അവിടെ കുടിവെള്ളം ഉപയോഗിക്കാനേ പാടില്ല. ഒരു തുള്ളി വെള്ളം കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് സംഭരിക്കണം. ആവശ്യമുള്ള അത്ര സംഭരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിലെ മഴവെള്ള സംഭരണി കാണണം. അപ്പോൾ ചിലരുടെ വാദം ഇവിടെ അത്ര മഴയില്ല, ചെറിയ മഴ മതി, നമുക്ക് സംഭരിക്കാനുള്ള എല്ലാ അവിടെ തന്നെ സംഭരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ സംഭരിക്കുന്നുണ്ട് മഴവെള്ളം. അതിനേക്കാളൊക്കെ ഇവിടെ ഒരു 10-15 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അത് സംബന്ധിച്ചുള്ള ധാരണയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു വിവാദത്തിനും പ്രശ്നമില്ല. കൃത്യമായി എല്ലാം ഫലപ്രദമായ ഇടപെടൽ നടത്തി, എല്ലാ പരിശോധനയും നടത്തി, എല്ലാ ചർച്ചയും നടത്തി തീരുമാനിക്കുകയും ചെയ്യും. അവരോട് ചോദിച്ചാൽ മതി. അതെല്ലാം അവരോട് ചെയ്യും. അതാത് ആളോട് ചോദിക്കും. അതിന് ഞാൻ മറുപടി കാര്യം. ആയിക്കോട്ടെ, അതൊക്കെ മന്ത്രിസഭ തീരുമാനിക്കേണ്ടതല്ലേ, അവർ ചർച്ച ചെയ്യേണ്ടതല്ലേ. ഞാനെന്തിനാ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യം? അത് അതിന് ചർച്ച ചെയ്യുന്നില്ലേ പറഞ്ഞു. എല്ലാവരും ആരുമായിട്ടും ചർച്ച ചെയ്യുന്നതിൽ ഇവിടെ ആർക്കാ തർക്കമുള്ളത്? മനസ്സിലായോ? ഇനി സംശയം അവസാനിച്ച ചർച്ച ഇതെന്താ ഇപ്പോൾ ഒരു മാസം കൊണ്ട് പൂർത്തിയാകാൻ പോകുന്നതാണ്? അതല്ലേ പറഞ്ഞ് 4 ഘട്ടമുണ്ട് അതിന്. ഇനിയും ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കാം. ചർച്ച നടത്തി ആവശ്യമായ തീരുമാനം എടുത്തുകൊണ്ടിരിക്കും. പോരെ? ഏത് ഘട്ടം പോകണം ചർച്ച? കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞത് സർക്കാരിന്റെ മദ്യനയം മാറ്റിയത് പോലും ഇത്തരത്തിലുള്ള ഈ ഒരു മദ്യനയവും മാറ്റിയിട്ടില്ല. കൃത്യമായ മദ്യനയം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ മദ്യനയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അത് കർണാടകത്തിന് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടല്ലോ. സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമല്ലേ. അപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളല്ല. മനസ്സിലായോ? ആരാന്നും ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ കൊടുത്തോ? റിപ്പോർട്ടല്ലേ? കൊടുക്കും. പക്ഷേ അതിൽ കോൺഗ്രസ് പറയുന്നത് എനിക്ക് നോക്കേണ്ട കാര്യമില്ലാന്ന്. കോൺഗ്രസ് പറയുന്നതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടി അവരെ സംതൃപ്തിപ്പെടുത്താനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി കർണാടകത്തിലാണുള്ളത്. അവരാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. നമുക്കിവിടെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇവിടെ ആവശ്യമുള്ളത്ര സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് മന്ത്രിനയം. അതിനെന്താ കുഴപ്പം? പറയുന്നത് കോൺഗ്രസുമായി ബന്ധമുള്ള സ്പിരിറ്റ് കമ്പനികളാണെങ്കിൽ അവരിൽ നിന്ന് വേണ്ട എന്ന് വെക്കട്ടെ എന്നാണ് അവരുടെ. വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ളത് ആരെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. നമുക്കിവിടെ സ്പിരിറ്റ് വളം തരും. അപ്പോൾ പിന്നെ കൊണ്ടുവരാതിരിക്കാൻ പാടെന്ത് ചെയ്യുക? അവർക്ക് അത് മുടന്ത ന്യായം പറയാണ്. ആദ്യം അഴിമതിയാണ് പറഞ്ഞു, ഇപ്പോൾ അഴിമതിയെല്ലാം വിട്ടു. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കും, പൂർണ്ണമായിട്ടും പരിഹരിക്കും. പരിഹരിച്ച് മാത്രമേ മുന്നോട്ടേക്ക് പോകുള്ളൂ. നിങ്ങൾക്ക് വേറെ വാർത്ത ഉണ്ടാക്കണമെങ്കിൽ വേറെ ചോദിച്ചാൽ മതി കേട്ടോ. മനസ്സിലായില്ലേ? ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കണ്ട. ഞാൻ പറഞ്ഞിടത്തോളം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പിന്നെ വെറുതെ അതല്ല ചോദ്യം, വേറെയാ ചോദ്യം. അതാണ് ചോദ്യം. എന്നാ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക. എന്നിട്ട് അതാണ് ചോദ്യം. എന്ത് അതാത് ചോദ്യം? ഞാൻ പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ശക്തമായ പ്രതീക്ഷയെല്ലാം കണ്ടല്ലോ. അത് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ മതി. പറയുന്നത് അങ്ങനെയാണ്, ശക്തമായ രീതിയിലാണ് പറയുന്നത്. അത് അവർക്ക് വേണ്ടിയിട്ടാണ്, കർണാടക ലോഡിക്ക് വേണ്ടിയാണ്. എല്ലാ വകുപ്പുമായിട്ട് ചർച്ച ചെയ്യും. ഇനിയും എല്ലാ വകുപ്പുമായിട്ട് ചർച്ച ചെയ്യും. ആവശ്യമായ ചർച്ച ഇനിയും നടത്താമല്ലോ. ഇനി സമയമില്ലേ? നമ്മുടെ നാളെ തന്നെ നടത്തുന്നുണ്ട്. എല്ലാവരും വിശ്വാസത്തിൽ ചെയ്യുള്ളൂ. എല്ലാവരെയും, പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഈ പണി മുന്നോട്ടേക്ക് പോകും. അതിലൊരു സംശയം ഉണ്ടാവേണ്ടിയില്ല. വേണ്ടാത്ത രീതിയിലുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല. ആവശ്യമില്ല. പ്രത്യേകിച്ച് റിപ്പോർട്ടർ നിങ്ങൾ എപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നത് കേട്ടോ. ചിരിക്കുക. ഞാൻ പറയില്ല. പിന്നെ പറയാണ്ടിരിക്കുന്നത് ശരി. എല്ലാവരും വിശ്വാസത്തിലെടുക്കും.